രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. സുസ്രൂട്ടൊന്നും പറയും കേട്ടോ ഞങ്ങൾ. വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പറിക്കാൻ ഭയങ്കര പാടാണ്. കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കുന്നു പറിക്കണം പറിക്കണം എന്ന്, പക്ഷെ നടക്കാറില്ല. അതുകൊണ്ട് ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അങ്ങ് ചാടി കുറച്ച് പറിച്ചെടുക്കാനായിട്ട്. മോളപ്പോഴേക്കും എഴുന്നേറ്റ് വന്നു. അങ്ങനെ എന്നിട്ട് ഞാൻ കുറച്ചേ പറിച്ചെടുത്തോളൂ. ഒത്തിരി നിപ്പുണ്ടായിരുന്നു. ഇത് പറിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പാറാൻ കൊണ്ടുപോകും. എന്നുദ്ദേശിച്ചത് വവ്വാലാണ് കേട്ടോ. വവ്വാല് കൊണ്ടുപോകുമോ എന്ന് ആരും സംശയപ്പെടേണ്ട. ഉറപ്പായിട്ടും വവ്വാല് കൊണ്ടുപോകും കേട്ടോ. ഇതിൽ നിൽക്കുന്ന പാഷൻ ഫ്രൂട്ട് മൊത്തം വവ്വാലാണ് കൊണ്ടുപോകുന്നത്. കുറച്ചൊക്കെ ചവച്ച് തുപ്പിയോടെ ഇട്ടേക്കും, അല്ലാത്തതൊക്കെ കൊണ്ടുപോകാറുമുണ്ട്. ഇന്നലത്തെ ചിക്കൻ കറി കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊത്തു ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഇവിടെ വൈകുന്നേരങ്ങളിലാണ് കൊത്തു ചപ്പാത്തി ഉണ്ടാക്കാറ്. ഇന്നൊന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കറിയാത്തൊരു പണിയായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ പാചക കാര്യങ്ങളും ഒക്കെ ചെയ്യുമെങ്കിലും ചപ്പാത്തി മാവ് കുഴയ്ക്കാനും അത് പരത്തിയെടുക്കാനും ആയിരുന്നു എനിക്ക് ഏറ്റവും അറിഞ്ഞൂടാത്തൊരു കാര്യം. അത് ഞാൻ എത്ര ശ്രമിച്ചാലും ഫ്ലോപ്പ് ആവുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് ഇത് റെഡിയായി വന്നത് കേട്ടോ. ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയെന്നല്ല ഞാൻ പറഞ്ഞത്, എങ്കിലും അത്യാവശ്യമൊക്കെ തട്ടിക്കൂട്ട് റെഡിയായി വന്നത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എൻ്റെ അനിയത്തിക്ക് ആദ്യം ഒന്നും അറിയാത്തിരുന്ന സമയത്തും അവൾ ആദ്യം ചെയ്യുന്നത് ചപ്പാത്തി കുഴയ്ക്കാനും പരത്താനും ഒക്കെ അവൾ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അവൾക്കത് ഏറ്റവും സിമ്പിളായൊരു കാര്യമാണ്. പിന്നെ എൻ്റെ അറിവിലുള്ളവരെല്ലാവരും ഈ ചപ്പാത്തിയാണോ അതുണ്ടാക്കാൻ ആർക്കാ അറിഞ്ഞൂടാത്തത്, അത് പരത്താനും കുഴയ്ക്കാനും ഒക്കെ ഈസി അല്ലേ എന്നാണ് എല്ലാവരും ചോദിച്ചത്. പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു നിരാശയായിരുന്നു. ഒന്നുകിൽ കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകുമായിരുന്നു, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞിട്ട് ഭയങ്കര ഹാർഡാകുമായിരുന്നു. ഇതായിരുന്നു എൻ്റെ പ്രോബ്ലം. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു കപ്പ് മാവാണ് എടുക്കുന്നതെങ്കിൽ അരക്കപ്പ് വെള്ളം എടുക്കുമായിരുന്നു. ആ അരക്കപ്പ് വെള്ളത്തിൽ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ആ വെള്ളത്തിലോട്ടായിരുന്നു ഞാൻ മാവ് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുമായിരുന്നു. പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആവുകയും ടേസ്റ്റി ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കിയ കൊത്തു ചപ്പാത്തി റെസിപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് സവാള, തക്കാളി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് റെഡിയാക്കിയിട്ട് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ഗ്രേവിയും ചിക്കൻ പീസും കൂടെ ഒക്കെ ഇട്ട് വഴറ്റി അതും ഒന്ന് സെറ്റാക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ ചപ്പാത്തിയൊക്കെ ഇട്ട് പിന്നെ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സോസ് തുടങ്ങി സോസ് ഒഴിക്കുക, അങ്ങനെ പല രീതിയിലും ഉണ്ടാക്കുമല്ലോ. മോക്കൊരു പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊണ്ട് കൊടുക്കുവാണേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ട് എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ചു. പുളി ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടിൽ ഒന്നായിരിക്കുമല്ലോ പാഷൻ ഫ്രൂട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയും. അതിനോടൊപ്പം എനിക്ക് പഞ്ചസാരയായിട്ട് മധുരവും കൂടി വേണം കേട്ടോ. കാരണം പാഷൻ ഫ്രൂട്ടിൽ എപ്പോഴും പുളിയാണല്ലോ മുന്തി നിൽക്കുന്നത്, മധുരം അത്ര കാണത്തില്ലല്ലോ. എനിക്ക് രണ്ടും കൂടി ചേരുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ നമ്മുടെ പാഷൻ ഫ്രൂട്ട്. BP റെഗുലേറ്റ് ചെയ്യാനും ഷുഗർ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണല്ലോ ഈ ഒരു ഫ്രൂട്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻ്റെയും അതുപോലെ വൈറ്റമിൻ സിയുടെയൊക്കെ ഒരു കലവറ തന്നെയാണ് ഈ ഒരു ഫ്രൂട്ട്. ജ്യൂസ് അടിക്കാൻ നേരത്തും ഞാൻ അത്യാവശ്യം മധുരം ചേർക്കുന്നുണ്ട്. ആ സമയത്തേക്കും ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാണ്. ഞാൻ ജ്യൂസ് അടിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയ സമയത്ത് കാണിക്കുന്ന പരിപാടി കേട്ടോ. ഇത് കറക്റ്റ് ഞാൻ കണ്ടത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. എൻ്റെ തല ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു പരീക്ഷണാർത്ഥമാണ് ഇത് ചെയ്തത് കേട്ടോ. ഹീറ്റ്ലെസ് കേർലി ഹെയർ ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചെയ്തതാണ്. പക്ഷേ ഫ്ലോപ്പ് ആയിപ്പോയി. ഞാൻ ചെയ്തത് കൊണ്ടാണ് കേട്ടോ താഴെ നിൽക്കുന്ന ആളും ഇങ്ങനെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നന്നായിട്ട് യെല്ലോയിഷ് കളറായി, അതായത് നന്നായിട്ട് പഴുത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം ഇടാതെയും കുടിക്കാം. അതല്ല ഇടുന്നെങ്കിൽ തന്നെ വളരെ കുറച്ച് മധുരം ഇടേണ്ട ആവശ്യമേ വരത്തുള്ളൂ. അത്രമാത്രം മധുരം വരും ഇതിൽ. പക്ഷേ അങ്ങനത്തെ ആ ഒരു കളറാവാൻ നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കിട്ടാറില്ല. ഇതെല്ലാം വവ്വാല് കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ ഒരു കളറായപ്പോൾ തന്നെ ഞാൻ ഇനി പിച്ചിയെടുത്തത്. ഇതിന് വീട്ടിൽ നമ്മളിപ്പോൾ 2-3 ദിവസം വെച്ചിരിക്കുമ്പോൾ തന്നെ അതിലിരുന്ന് ആ ഒരു മധുരം വെച്ചോളും. എങ്കിലും അതിൽ നിന്ന് പഴുക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് അത്രമാത്രം മധുരം കിട്ടത്തില്ല. ജ്യൂസ് അടിച്ചപ്പോൾ നല്ല സൂപ്പർ ജ്യൂസായിരുന്നു കേട്ടോ. വെറുതെ പറയുന്നതല്ല, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഇതിൽ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തില്ല. വെറും പഞ്ചസാരയും വെള്ളവും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ജ്യൂസ് അടിച്ചെടുത്തത്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഒരു 3 പാഷൻ ഫ്രൂട്ടാണ് എടുത്തത്. അത് ചെറിയ ഒരു മീഡിയം സൈസ് 4 ഗ്ലാസ്സിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. ശേഷം ഞാൻ കുറച്ച് മോരുകറി വെച്ചു. അത് അരച്ചിട്ട് അത് പെട്ടെന്ന് ഒഴിച്ച് സെറ്റാക്കി എടുത്ത്. പിന്നെ കുറച്ച് ചക്ക ഏവിയൽ വെച്ചായിരുന്നേ, അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ചൂര, ചെറിയ ചൂര ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രീസറിൽ ഇരിക്കുമായിരുന്നു. അതെടുത്ത് കട്ട് ചെയ്ത് പെട്ടെന്ന് അത് വറുക്കാനായിട്ട് അരപ്പൊക്കെ പുരട്ടി വെച്ച്.
സാധാരണ മീൻ വറുക്കുമ്പോൾ ഞാൻ മസാല, അതായത് ഗരം മസാല ഇടാറില്ല. പക്ഷേ ചൂര മീനും അതുപോലെ നമ്മുടെ പാര ഉണ്ടല്ലോ, വേളാപ്പാര, ഇത് രണ്ടും ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഗരം മസാല ഇടാറുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. മീനും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാൻ സമയമായി കേട്ടോ. ചോറിൽ പുളിശ്ശേരിയും ചക്കയവിയലും ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു, അത് വറ്റിച്ചെടുത്ത് വെച്ചതും മീൻ ഫ്രൈയും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. പിന്നെ കുറച്ച് ഇഞ്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് ആദ്യം മോൾക്ക് കുറച്ച് കൊടുത്തു, പിന്നെ ഞാനും കഴിച്ചു. മോള് ഫോണില്ലാതെ അകത്തോട്ട് ഇറക്കത്തില്ല കേട്ടോ. അതൊരു ദുശീലമാണ്. എങ്കിലും എന്തെങ്കിലും അകത്തോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 മിനിറ്റത്തേക്കെങ്കിലും ഫോൺ കൊടുത്തിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ.